കേരളം ഒന്നാകെ ഉറ്റുനോക്കിയിരുന്ന ആ വിധി വന്നു. ദിലീപ് കുറ്റവിമുക്തൻ. ഒരുപക്ഷെ ഒരു ഞെട്ടലോടെയാണ് കേരള ജനത ഈ വാർത്ത കേൾക്കുന്നത്. കാരണം യഥാർത്ഥ കുറ്റവാളി ദിലീപാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അറിവുള്ളതാണ്. പൾസർ സുനിയും മറ്റു കൂട്ടാളികളും വെറും കൊട്ടേഷൻ സംഘങ്ങൾ മാത്രം. കുറ്റകൃത്യം നടപ്പാക്കുന്നതിന് 1.5 കോടിയും കേസുണ്ടായാൽ 3.5 കോടിയുമായിരുന്നു വാഗ്ദാനം. അങ്ങനെ ദിലീപിന്റെ കയ്യിലെ വെറുമൊരു ഉപകരണം മാത്രമായി കൊട്ടേഷൻ സുനിക്ക് ശിക്ഷ. കൃത്യം നടപ്പാക്കിയ ദിലീപ് കുറ്റവിമുക്തൻ. ഇനി ആ പാവം പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ. നീതി ദേവതയുടെ കണ്ണ് മൂടിക്കെട്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. സത്യം അത് തന്നെയാണ്. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അല്ലാതെ ദിലീപ് നിരപരാധിയല്ല. ദിലീപ് തന്നെയാണ് പ്രധാന കുറ്റവാളി. എങ്കിലും 8 വർഷം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഈ കുറ്റം നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കേഴു കേരളമേ എന്നല്ലാതെ എന്താണ് പറയുക? ഒരു വാക്കുകൂടി ചേർക്കാം, ന്യായാധിപൻ പോലും സ്വാധീനിക്കപ്പെടുകയും സംശയിക്കപ്പെടേണ്ടി വരും ഇക്കാര്യത്തിൽ. കാരണം ഇതിൽ യഥാർത്ഥ കുറ്റവാളി ദിലീപാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തം. ഞാൻ ആവർത്തിക്കുന്നു, കേഴുക കേരളമേ.